ഹായ് ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ഉദ്ഗ്രഥനം അല്ലേ ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഒന്നാം ദിവസത്തെ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രവർത്തനം 1 കുഞ്ഞുറുമ്പിൻ്റെ യാത്ര. തെളിഞ്ഞ ആകാശം, കാട്ടിലെ കാഴ്ചകൾ കാണണം. കുഞ്ഞുറുമ്പിന് മോഹം. പച്ചിലക്കൂട്ടിൽ നിന്ന് അവൾ പുറത്തിറങ്ങി. ഇളം കാറ്റ് വീശി, ഇലത്തുമ്പുകൾ ഇളകിയാടി. കാട്ടുപൂക്കളുടെ സുഗന്ധം. ഹായ്, പുൽക്കൊടിയിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളി, ഒന്ന് തൊട്ടാലോ? കുഞ്ഞുറുമ്പ് പതിയെ മുന്നോട്ടു നീങ്ങി. തൊട്ടു തൊട്ടില്ല. അവൾ കാലു തെറ്റി പുഴയിൽ വീണു. കുഞ്ഞുറുമ്പിന് പേടിയായി. അതാ ഒരു ഇല ഒഴുകി വരുന്നു. കുഞ്ഞുറുമ്പ് ഞൊടിയിടയിൽ അതിൽ കയറി. ഇല കുഞ്ഞുറുമ്പിനെയും കൊണ്ട് മുന്നോട്ടു നീങ്ങി. അവൾ നാലുപാടും നോക്കി. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, പുഴയിൽ നീന്തിക്കളിക്കുന്ന മീനുകൾ. ഇലയിലിരുന്ന് കുഞ്ഞുറുമ്പ് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചു. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. കുഞ്ഞുറുമ്പിൻ്റെ മോഹം എന്തായിരുന്നു? അതുപോലെ തന്നെ ഇലത്തുമ്പുകൾ ഇളകിയാടിയതപ്പോൾ എന്നുള്ള 2 ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഉത്തരം? കാട്ടിലെ കാഴ്ചകൾ കാണണമെന്നായിരുന്നു മോഹം അല്ലേ? ഇളങ്കാറ്റ് വീശിയപ്പോഴാണ് ഇലത്തുമ്പുകൾ ഇളകിയാടിയത്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്താണ്? അതേപോലെ നാലാമത്തത് പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടതെങ്ങനെ? അഞ്ചാമത്തേത് മാനമുട്ടെ ഉയർന്നു നിൽക്കുന്നത് എന്താണ്? ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. മഞ്ഞുതുള്ളിയാണ് പുൽക്കൊടിയിൽ തിളങ്ങുന്നത്. പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് എങ്ങനെ രക്ഷപ്പെട്ടത്? ഇലയിൽ കയറിയിട്ട്. മാനമുട്ട ഉയർന്നു നിൽക്കുന്നത് മലനിരകളാണ്. ഇവിടെ നമ്മളെ കുഞ്ഞുറുമ്പിന്റെ ചിത്രം കാണുന്നുണ്ട് അല്ലേ? ഇലയിൽ പോകുന്നത് കാഴ്ചകളും അവിടെ കാണുന്നുണ്ട്. ഇനി പ്രവർത്തനം 2 എന്താണ്? കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ അല്ലെ? കുഞ്ഞുറുമ്പ് പുഴയിലൂടെ യാത്ര തുടർന്നു. കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ ചേർത്ത് വിവരണം തയ്യാറാക്കൂ. ചുരുങ്ങിയത് 5 വാക്യങ്ങളെങ്കിലും നിങ്ങൾ എഴുതണം. കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകളുടെ ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ? എന്തെല്ലാമാണ്? നമുക്ക് എന്തെല്ലാം എഴുതാം? പുഴയിൽ നീന്തുന്ന മീനുകൾ, പുഴയരികിൽ നിൽക്കുന്ന പശു, പുല്ലു തിന്നുന്ന മുയൽ, പൂക്കളിൽ തേൻ നുകരുന്ന പൂമ്പാറ്റകൾ, പുഴയിൽ നീന്തിക്കളിക്കുന്ന താറാവുകൾ. പ്രവർത്തനം 3 വിത്തുകൾ എത്ര? പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നതിനായി ഓരോ ക്ലാസ്സിലേക്കും നൽകിയ പയർവിത്തുകളുടെ എണ്ണം നോക്കൂ. ക്ലാസ് 1, 2, 3, 4 എന്ന് കൊടുത്തിട്ടുണ്ട്. 100ൻ്റെ പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 10ൻ്റെ പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി നമ്മളോട് ആകെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിൽ 100ൻ്റെ പാക്ക് 1 അല്ലേ? 10ൻ്റെ പാക്ക് 2, ഒന്നുകൾ 6 എണ്ണമുണ്ട്. അപ്പോൾ 126. രണ്ടാം ക്ലാസ്സിൽ 100ൻ്റെ പാക്ക് 1, 10ൻ്റെ പാക്ക് ഒന്നുമില്ല, 0 ആണ്. ഒന്നുകൾ എത്ര എണ്ണമുണ്ട്? 3 എണ്ണമുണ്ട്. അപ്പോൾ 103. അതുപോലെ മൂന്നാം ക്ലാസ്സിലേത് 195 അല്ലേ? 100ൻ്റെ പാക്ക് 1, 10ൻ്റെ പാക്ക് 9, 1ൻ്റെ പാക്ക് 5. അതുപോലെ നാലാം ക്ലാസ്സിൽ 100ൻ്റെ പാക്ക് 1, 10ൻ്റെ പാക്ക് 4, ഒന്നുകളുടെ പാക്ക് എത്രയുണ്ട്? 7 ഉണ്ട്. അപ്പോൾ 147 അല്ലേ? ഓരോന്നും കൂട്ടി എഴുതാൻ മനസ്സിലായില്ലേ? ഇനി അടുത്തത് എന്താണ്? ഇനി കിട്ടിയ വിത്തുകളുടെ എണ്ണത്തെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയിലേക്ക്. അപ്പോൾ നമുക്ക് കിട്ടിയതിൽ ചെറിയ സംഖ്യ ഏതാണ്? 103 അതാദ്യം എഴുതി. പിന്നെ അടുത്തത് 126, പിന്നെ 147, പിന്നെ 195. അപ്പോൾ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ ചെറിയ സംഖ്യ ആദ്യം എഴുതുക, പിന്നെ അടുത്തത് എഴുതുക, പിന്നെ അങ്ങനെ പോകണം. അവരോഹണ ക്രമം എഴുതാൻ പറഞ്ഞാലോ വലിയ സംഖ്യ ആദ്യം എഴുതുക, പിന്നെ അങ്ങനെ ചെറുതിലേക്ക് പോവുക. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പ്രവർത്തനം 4 ചെടികൾ പലവിധം അല്ലെ? കിഴങ്ങു നട്ടാൽ മുളച്ചിടും, ഇലയിൽ വെള്ളം നിൽക്കില്ല, ഗുണവും രുചിയും എനിക്കുണ്ടേ, ഞാൻ ആരാണെന്ന് ചൊല്ലാമോ? ആരാണ്? ചേമ്പാണ് അല്ലേ? ഇല നീള ഊണു വിളമ്പാം, അടയുണ്ടാക്കാം, മഴയിൽ ചൂടി നടന്നിടാം, ഇലയിൽ കേമൻ ഞാനാര്? അപ്പോൾ ആരാണ്? ആദ്യത്തേത് ചേമ്പിലയാണ്, രണ്ടാമത്തേത് വാഴയിലയാണ് അല്ലേ? അപ്പം നമ്മൾ അവിടെ എഴുതി ചേമ്പില, വാഴയില. ഇനി അടുത്തത് എന്താണ്? വിത്ത് മുളച്ചുണ്ടാകുന്ന 3 ചെടികളുടെ പേരെഴുതൂ.
വിത്ത് മുളച്ചുണ്ടാകുന്ന ഒരുപാട് ചെടികൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിൽ നിന്ന് 3 പേര് കണ്ടെത്തി എഴുതുക. നമുക്ക് ഏതെല്ലാം എഴുതാം? ചേമ്പ് എഴുതാം, ചേന എഴുതാം, പയർ എഴുതാം, അല്ലേ? അങ്ങനെ ഒരുപാടുണ്ട്. അടുത്ത പ്രവർത്തനം 5 കലണ്ടർ നോക്കി പറയാനാണ്. 2024 കലണ്ടർ ജനുവരി മാസത്തിലെ കലണ്ടറിൽ വിട്ടുപോയ തീയതികൾ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? 22ൻ്റെ അവിടുന്ന് 2 സംഖ്യ മിസ്സിംഗ് ആണ് അല്ലേ? 23, 24 അല്ലേ? ഈ കലണ്ടർ നന്നായിട്ട് നോക്കി വെക്കുക. എത്ര ഞായറാഴ്ചകൾ വരുന്നുണ്ട്, എത്ര ശനിയാഴ്ചകൾ വരുന്നുണ്ട്, എത്ര ദിവസങ്ങളുണ്ട് എന്നൊക്കെ ഈ ചോദ്യപേപ്പർ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് അതാണ് അല്ലേ? ഇനി എന്താണ് ചോദ്യം എന്ന് നമുക്ക് നോക്കാം. ജനുവരി മാസത്തിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? 31 ദിവസങ്ങളാണുള്ളത്. 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണ് എങ്കിൽ 2023 ഡിസംബർ 28 ഏത് ദിവസമായിരിക്കും? അപ്പോൾ കലണ്ടർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വ്യാഴാഴ്ചയാണ്. 2024 ജനുവരി മാസത്തിൽ എത്ര ശനിയാഴ്ചകളുണ്ട്? ശനിയാഴ്ച വരുന്ന തീയതികൾ എഴുതൂ അല്ല. അപ്പോൾ ശനി എന്നുള്ള ഡേറ്റ് നോക്കിയിട്ട് അതിന് താഴെയുള്ള ഡേറ്റുകളൊക്കെ എടുത്ത് എഴുതുക. 4, 6, 13, 20, 27. ഇനി കലണ്ടറിൽ നിന്നും ഒരു സംഖ്യാ പാറ്റേൺ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് സംഖ്യാ പാറ്റേൺ ഉണ്ടാക്കാം? 1, 8, 15, 22, 29 അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.